കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഓഫീസിലേക്കും കോളേജിലേക്കുമായി നിധിയും നികേഷും നടന്നു പോവായിരുന്നു. അപ്പോഴേക്കും അവിടെ ഫ്രണ്ട്സുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഖിലും അവരെ കാണുന്നുണ്ട്. അവരെ കണ്ട് അഖിലും ഫ്രണ്ട്സും അവരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോഴേക്കും എന്താ വേണ്ടേ, എന്തിനാ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് ദേഷ്യത്തോടെ നികേഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അഖിലും ഫ്രണ്ടിനോടായി ചെറുക്കന്റെ ചൂട് നോക്കടാ, നന്നായി തിളക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ആ തിളപ്പങ്ങ് നിർത്തിയാലോ എന്ന് ഫ്രണ്ടും തിരിച്ചു ചോദിക്കുന്നുണ്ട്. നികേഷ് ഡാ എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നിധി അവനെ തടഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്ന് അഖിലിനോടായി ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നപ്പോൾ വലിയ ശബ്ദം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ഞാനൊരു പെണ്ണായി ജീവിക്കുന്ന വീടല്ലേ ഇത്, നിങ്ങളുടെ മോൾ ഇങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചെന്നറിഞ്ഞു. ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിധി ഒന്ന് അടിമുടി നോക്കുന്നുണ്ട് അഖിൽ. നീ വേണമെങ്കിൽ ആ വീട്ടിൽ കഴിഞ്ഞോ, 80 വയസ്സുള്ള അമ്മൂമ്മമാർ പോലും ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കാൻ പേടിക്കുന്ന വീടാ അത്. എന്നിട്ടും ആ വീട്ടിൽ നീ താമസിക്കുന്നു, കൂടെ 4-5 തടിമാടന്മാരും. അതിന്ന് തന്നെ അറിയാലോ നീ എങ്ങനെയുള്ള പെണ്ണാണെന്ന് എന്നും പറഞ്ഞ് നിധിയെ പരിഹസിക്കുന്നുണ്ട് അഖിൽ. അത് കേട്ട് നികേഷും ദേഷ്യത്തോടെ തോന്നിയാസം പറയുന്നോടാ എന്നും ചോദിച്ച് അവന്റെ നേരെ പഞ്ഞെടുക്കുന്നുണ്ട്. അഖിൽ നികേഷിനെ പിടിച്ച് തള്ളുമ്പോഴേക്കും നിധിയും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാണ്. കൊന്നുകളയും ഞാൻ എന്ന് നികേഷിനെ നോക്കിക്കൊണ്ട് അഖിൽ പറയുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. ശരിക്കും ഇവളും 4-5 ആണുങ്ങളും ഒരു വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് അഖിലിന്റെ ഫ്രണ്ട് ചോദിക്കുമ്പോഴേക്കും ഓ അത് നിനക്കറിയില്ല അല്ലേ, ഏറ്റവും വലുത് ഗുണ്ട ഇവരുടെയൊക്കെ തന്ത ഫുൾ ടൈം തനിയാ, കൂടാതെ നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറും, പിന്നെ ഈ നരിന്തടക്കം 4 മക്കളും, തനി റൗഡിക്കൂട്ടം. അവർക്കിടയിൽ നീ താമസിക്കും പോലെ എന്റെ പെങ്ങളെയും കൂടി കൊണ്ടുവന്ന് താമസിപ്പിക്കണം ലേഡി എന്ന് നിധിയോടായി അവൻ ദേഷ്യപ്പെടുമ്പോഴേക്കും അവിടെയുള്ളവരൊക്കെ റൗഡിക്കൂട്ടങ്ങളാണെന്ന് നീ കണ്ടോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അതെന്തിനാ കാണുന്നേ, നാട്ടുകാരൊക്കെ പണ്ട് മുതലേ പറയുന്നതല്ലേ എന്ന് അഖിലും ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞ റൗഡിക്കൂട്ടം ഉണ്ടല്ലോ അത് നിങ്ങളാ, നിന്നെ പോലൊരു വൃത്തികെട്ടവൻ പറഞ്ഞെന്ന് കരുതി എന്റെ വീട്ടിലാരും മോശക്കാരാകാൻ പോകുന്നില്ല. പക്ഷേ നടു റോഡിൽ ഒരു പെൺകുട്ടിയെ തടഞ്ഞു നിർത്തിയുള്ള നിങ്ങളുടെ ഈ റൗഡിത്തരം ഇനി എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നേക്കരുത് എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഈ നടു റോഡിൽ ഇങ്ങനെ വായിട്ട് ചിലക്കുന്നില്ലേ, അതിന് തന്നെ നിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാടി. ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒരു വീട്ടിൽ 5 ആണുങ്ങളും ഒരു പെണ്ണും താമസിക്കുന്നുണ്ടോ? നീയാണ് ആദ്യത്തേത്, നീ തന്നെയാ അവസാനത്തേതും എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കിക്കൊണ്ട് പരിഹാസിച്ചിരി ചിരിക്കുമ്പോഴേക്കും അവന്റെ കൂട്ടുകാരും അവന്റെ ഒപ്പം ചിരിക്കുന്നുണ്ട്. ഏട്ടത്തിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് നികേഷ് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിധിയും അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഏട്ടത്തി അവർ പറഞ്ഞത് കേട്ടില്ലേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും നികേഷെ വേണ്ട, ചെളി ചവിട്ടിയാലേ ചവിട്ടിയരും കൂടി നാറും എന്ന് നിധി പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു വലിക്കുമ്പോഴേക്കും ഏട്ടത്തി വിട്ടെ, ഇവന്മാരോട് 2 സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് നിധി അവനെ പിടിച്ചു വലിക്കുമ്പോഴേക്കും കൊണ്ടുപോക്കോ ഇല്ലെങ്കിൽ ചെക്കൻ പീസായി ഇവിടെ കിടക്കും എന്ന് അഖിൽ പറയുമ്പോഴേക്കും നികേഷ് വീണ്ടും അവന്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുന്നുണ്ട്. നിധി അവനെ പിടിച്ചു വലിച്ച് ദൂരേക്ക് കൊണ്ടുപോവാണ്. ഏട്ടത്തി കൈവിട്ടെ, അവൻ അത്രയും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോരാൻ പാടില്ലായിരുന്നു, ഒരടിയെങ്കിലും അവന് കൊടുക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോകാനൊരുങ്ങുമ്പോഴേക്കും നിധിയും അവനെ തടഞ്ഞുകൊണ്ട് അവർ 3-4 പേരുണ്ട്, അവരോട് ചെന്ന് ചോദിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ പറ്റട്ടെ, പക്ഷേ ഏടത്തിയെയും നമ്മുടെ വീടിനെ പറ്റിയൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോരാൻ പാടില്ലായിരുന്നു, ഒരടിയെങ്കിലും കൊടുക്കണമായിരുന്നു എന്ന് നികേഷ് പറയുമ്പോൾ നീ അടിക്കാൻ ചെന്നാലും അത് വലിയ പ്രശ്നമാവും, ആളുകളൊക്കെ കൂടും, അവർ പിന്നെയും സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും, അത് വേണോ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്ന് വെച്ച് അവർക്ക് എന്തും പറയാനായോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അവർ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ സത്യാവോ, നീ അത് വിട്, അവരോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്, നീ അത് വിട് എന്ന് നിധി പറയുമ്പോൾ ഇല്ല ഏട്ടത്തി, ഞാൻ എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എന്തായാലും ഇത് സുധീഷ് ഏട്ടനോട് പറയും, ഏട്ടനറിയേണ്ട താമസം അവൻ ആ കൈയും വായും കൊണ്ട് ഇനി ആഹാരം കഴിക്കാൻ പോകുന്നില്ല എന്ന് നികേഷ് പറയുമ്പോഴേക്കും നികേഷേ ഇനി നീ ഇത് വീട്ടിൽ ചെന്ന് പറയാൻ നിൽക്കണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. എങ്ങനെ പറയാതിരിക്കൂ എടുത്തി, അവന്റെ വർത്തമാനത്തിനുള്ളത് അവൻ എന്തായാലും കിട്ടണം, ഞാനിത് ഹരീഷേട്ടനോടും സുധീഷേട്ടനോടും എന്തായാലും പറയും എന്ന് നികേഷ് വാശി പിടിക്കുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ എങ്കിൽ നീ പോയി പറ, എന്നിട്ട് എല്ലാവരും തമ്മിൽ വഴക്കാവട്ടെ, പോലീസ് കേസും ആവട്ടെ, അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നത്തിൽ സുധീഷിന്റെ ലൈസൻസ് പോയിരിക്കുക, അതോടെ അറിയാത്ത നാട്ടുകാർ കൂടി ഈ കാര്യമൊക്കെ അറിയും, അവരും പറയുന്നത് 5 ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിൽ ഞാൻ താമസിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എന്നല്ലേ, അപ്പോഴും ചർച്ച എന്നെ പറ്റിയായിരിക്കും, അതങ്ങനെ ആയിക്കോട്ടെ എന്നാണോ, ഇനി അതും അല്ലെങ്കിൽ ആരെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നാലോ, അത് നമ്മൾ അനുഭവിക്കണോ, അങ്ങനെയൊക്കെ ആവട്ടെ എന്നാണോ നീ പറയുന്നത് എന്നവൾ ചോദിക്കുമ്പോഴേക്കും അവനും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നികേഷേ നീ എന്റെ കൈ തൊട്ട് സത്യം ചെയ്യ്, ഇത് വീട്ടിലാരോടും പറയില്ലാന്ന് എന്നവൾ കൈനീട്ടി ചോദിക്കുമ്പോഴേക്കും അവന് മനസ്സിലോടെ കയ്യിൽ തൊട്ട് ഇല്ല ആരോടും പറയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ മറക്കാൻ പോകുന്നില്ല, ഒരു ദിവസം ഞാൻ എന്തായാലും അവനുള്ളത് കൊടുക്കും, ഏടത്തിയോട് ഇത്രയും മോശമായി പെരുമാറിയതിന് അവന് വേണ്ടത് ഞാൻ കൊടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൻ നടന്നു പോകുമ്പോഴേക്കും നിധിയും അവന്റെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. അവിടെ ഡൈനിങ് ഹാളിൽ എന്തോ ആലോചിച്ചുകൊണ്ട് ടേബിളിൽ തലയും വെച്ചിരിക്കുകയാണ് സുധീഷ്. അപ്പോഴേക്കും അച്ഛനും ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അടുക്കളയിൽ ചെന്ന് ഒരു പ്ലേറ്റിൽ ഭക്ഷണമായി വന്ന് അവിടെ തൂണും ചാരിയിരുന്ന് കഴിക്കുന്നുണ്ട്. അച്ഛൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കേട്ട് സുധീഷും തലപൊക്കി നോക്കിക്കൊണ്ട് ഒന്ന് പതിയെ കഴിച്ചൂടെ, ആ പ്ലേറ്റ് എങ്ങോട്ടും ഓടി പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഈ പ്രായത്തിലെ എങ്ങനെ ഉണ്ടണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് അച്ഛനും പറയുന്നുണ്ട്. കണ്ടിട്ട് തന്നെ അറപ്പ് തോന്നു എന്ന് സുധീഷ് പറയുമ്പോൾ അതിന് എന്റെ വായി നോക്കിയിരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ എന്ന് അച്ഛനും ചോദിക്കാണ്.
പിന്നെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ വേസ്റ്റ് എടുത്ത് തറയിലിടുന്നത് കണ്ട് ആ വേസ്റ്റ് എന്തിനാ തറയിലിടുന്നേ, പ്ലേറ്റിൽ തന്നെ ഇട്ടാ പോരെ, ഇനി അവിടെ തന്നെ കിടക്കും, ആര് വൃത്തിയാക്കാനാ എന്നെ സുധീഷ് ചോദിക്കുന്നത് കേട്ട് ഞാൻ ഇടുന്ന വേസ്റ്റ് എടുക്കാൻ എനിക്കറിയാം, നീ അതിന് ബുദ്ധിമുട്ടണ്ട, അല്ലെങ്കിലും നീ ഒന്നല്ലല്ലോ ഇവിടെ ഒന്നും വൃത്തിയാക്കുന്നേ, അല്ല നീ എന്താ ഇവിടെ ഇരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് എന്തോ ഓർത്ത പോലെ, ഓ നിനക്കിപ്പോ പണിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ, അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ തോന്നും എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, ഓ നിങ്ങളിപ്പോ കളക്ടറാണല്ലോ, ഞാൻ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ കാലങ്ങളായി ഒരേ ഇരിപ്പല്ലേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എടാ എന്റെ ആവശ്യത്തിന് ഞാൻ ടിപ്പർ ഓടിക്കുന്നുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ, അതുകൊണ്ട് ബ്യൂറേജേഴ്സിനല്ലാതെ വേറെ ആർക്കാ ഗുണം എന്ന് സുധീഷൻ ചോദിക്കുകയാണ്. അല്ലാതെ പിന്നെ ഈ പ്രായത്തിൽ നിനക്കൊക്കെ വേണ്ടി നയിക്കാൻ എനിക്ക് മനസ്സിലടാ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും സുധീഷ് ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നത് കണ്ട് അച്ഛനെ ഒന്ന് അവനെ നോക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് പാന്റിന്റെ കീശയിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ഹലോ എന്ന് പറയാണ്. ഹലോ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് വിമലയാ എന്നവർ പറയുമ്പോഴേക്കും, പറയണം മാഡം എന്നവനും പറയുന്നുണ്ട്. ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ കോടതിയിലെത്തണം എന്നവർ പറയുമ്പോൾ, നാളെയോ എന്നവനും ചോദിക്കുന്നുണ്ട്. അതെ, കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം എന്നവർ പറയുമ്പോൾ, അത് കഴിഞ്ഞാൽ എന്താ എന്ന് അവൻ ടെൻഷനോട് ചോദിക്കാണ്. 2-3 ഹിയറിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടും എന്നവർ പറയുമ്പോൾ, അല്ല മാഡം ഇതൊന്നും തള്ളി നിർത്താൻ പറ്റുമോ എന്നവനും ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ല എന്നവർ പറയുമ്പോഴേക്കും, അല്ല മാഡം ഈ അപ്ലൈ ചെയ്യുന്നത് അല്പം തള്ളി വെക്കാൻ പറ്റുമോ എന്നറിയാനാ എന്നവനും ചോദിക്കുന്നുണ്ട്. ഡിവോഴ്സ് വേണമെന്ന് നിങ്ങൾ എന്നല്ലേ പറഞ്ഞത് എന്നവർ ചോദിക്കുമ്പോൾ, അതെ മാഡം, പക്ഷേ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് സുധീഷും പറയുന്നുണ്ട്. നിങ്ങളുടെ വൈഫിന് ഡിവോഴ്സ് വേണമെന്നായിരുന്നല്ലോ എന്നവർ പറയുമ്പോൾ, വൈഫിന് വേണമെന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണ്ടെന്നാ എന്നവനും പറയുന്നുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ, ഞാനാണെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കുകയും ചെയ്തു എന്നവർ പറയുമ്പോൾ, അത് മാഡം വൈഫ് പറഞ്ഞിട്ടാ അതൊക്കെ ചെയ്തത്, ഇപ്പൊ എനിക്ക് ഡിവോഴ്സ് വേണ്ടാന്ന് തോന്നുക എന്നവൻ പറയുമ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യം വൈഫുമായിട്ടൊന്ന് സംസാരിക്കേ, എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ച് എന്നെ വിളിക്കേ എന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആകെ പണിയായല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അവൻ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് സുഭാഷിന്റെ പണി സൈറ്റിലെത്തിയ സുധീഷ് ടെൻഷനോടെ ഒരു ബൈക്കിൽ ചാരി കിടക്കാണ്. അങ്ങോട്ട് വന്ന സുഭാഷും, എന്താടാ എന്താ ഇങ്ങനെ ടെൻഷനിലിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, വീട്ടിൽ സുഭാഷ് ഏട്ടൻ വരുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്നവനും പറയുന്നുണ്ട്. എന്താടാ കാര്യം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ആ വക്കീൽ വിളിച്ചിരുന്നു ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോകുന്ന കാര്യം പറയാൻ. അത് കേട്ട് അയ്യോ എന്ന് സുഭാഷ് പറയുമ്പോൾ, എന്തയ്യോ എന്ന് സുധീഷും സുഭാഷിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അല്ലടാ, നിന്റെയും നിധിയുടെയും ഡിവോഴ്സ് ആവാന്നൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെ, രാത്രി ശരിക്ക് ഉറങ്ങാറ് പോലുമില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, രാത്രി കൂർക്കം വലിച്ചുറങ്ങുന്ന സുഭാഷിനെ നോക്കിക്കൊണ്ട് ടെൻഷനോടെ കിടന്ന സുധീഷിന്റെ കാര്യമൊക്കെ അവൻ ഓർത്തെടുക്കുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ സുഭാഷിനെ നോക്കുന്നത് കണ്ട്, എന്താടാ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണയൊക്കെ പറയുന്നേ, രാത്രി കൂർക്കം വലിച്ചുറങ്ങുന്നത് ഞാൻ ഇന്നും കാണാറുണ്ട് എന്നവൻ പറയുമ്പോൾ, അത് പിന്നെ ഇവിടുത്തെ പണിയും വീട്ടിലത്തെ പണിയും ഒക്കെ കഴിഞ്ഞ് ക്ഷീണം കൊണ്ടല്ലേടാ എന്ന് സുഭാഷും പറയാണ്. അതാ ഞാനും പറഞ്ഞേ എന്ന് സുധീഷ് പറയുമ്പോൾ, ഞാനേ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എന്ത് സംസാരിക്കാൻ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അല്ല ഡിവോഴ്സിന്റെ കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് അവൻ പറയുമ്പോൾ, ചേട്ടൻ അത് സംസാരിച്ചാലൊന്നും ശരിയാവില്ല, അവളുടെ സൈഡിൽ നിന്ന് 2 ആർഗ്യുമെന്റ് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ നേരെ അവളുടെ ഭാഗത്തേക്ക് മാറും, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ എന്തായാലും സംസാരിക്കേണ്ട എന്നവൻ പറയുമ്പോൾ, പിന്നെ എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചോളാം, ഡിവോഴ്സിന്റെ കാര്യത്തിൽ അവളെ പോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് എന്നാ അവള് കരുതിയിരിക്കുന്നത്, പക്ഷേ അവൾക്ക് മാത്രമേ എന്നെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ കഴിയാത്തതുള്ളൂ എന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോവാ. എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ അവളോട് തുറന്നു പറയാൻ പോവാ സുഭാഷ് ഏട്ടാ, എന്റെ മനസ്സ് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ലല്ലോ, പറയാതെ അവൾ എങ്ങനെ അറിയാനാ. ചില പെൺകുട്ടികൾക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം തുറന്നു പറഞ്ഞാലേ മനസ്സിലാവൂ, അവൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാ സുഭാഷ് ഏട്ടാ. ചിലപ്പോൾ ഡിവോഴ്സിന് ശേഷമാണെങ്കിലോ അവൾ ഇതൊക്കെ അറിയുന്നത്, അപ്പോൾ അവൾക്ക് വിഷമാവില്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും നേരത്തെ പറയാൻ പോവാ സുഭാഷ് ഏട്ടാ. ഇന്ന് അവൾ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവളെയും കൂട്ടി ഏതെങ്കിലും ഒരു സ്വസ്ഥായ സ്ഥലത്ത് പോയിരുന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. സുഭാഷ് ഏട്ടന് എന്ത് തോന്നുന്നു എന്നവൻ ചോദിക്കുമ്പോൾ, അത് കേട്ട് സുഭാഷ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ട്, എന്തിനാ ചിരിക്കുന്നത് എന്നവനും ചോദിക്കുന്നുണ്ട്. അല്ല, പറയുന്നതൊക്കെ നല്ല കാര്യ, പക്ഷേ എല്ലാം തുറന്നു പറയും എന്ന് പറയുമ്പോൾ നീ അവളോട് പറഞ്ഞ നുണകൾ കൂടി തുറന്നു പറയണം. പൊതുവെ പെൺകുട്ടികൾക്ക് നുണ പറയുന്ന ആണുങ്ങളെ ഇഷ്ടമല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി അവളുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് ഈ നുണ കേട്ടിട്ട് ഇല്ലാതാവണ്ട, നീ ചെന്ന് മനസ്സിലുള്ളതെല്ലാം അവളോട് പറയും എന്ന് പറഞ്ഞ് സുഭാഷ് സന്തോഷത്തോടെ അവനെ പറഞ്ഞേക്കുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ സുഭാഷിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്. സുഭാഷ് ഒരു ഉമ്മയും കൊടുത്ത് അവനെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് നിധിയുടെ ഓഫീസിന്റെ പുറത്ത് ഒരു കാറിൽ വന്നിറങ്ങുന്നുണ്ട് സുധീഷ്. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഡ്രൈവറോട്, ചേട്ടാ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ എന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ ഓഫീസിലേക്ക് നടക്കുന്നതിനിടയിൽ, സുധീഷെ ഇന്ന് എന്തായാലും എല്ലാ കാര്യവും തുറന്നു പറയണം, ഇത്രയും കാലം നടന്ന പോലെ ഇനി എന്തായാലും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനൊരു കാറിന് അടുത്ത് ചെന്ന് കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ നേരെയാക്കുമ്പോഴേക്കും നിധി അതിലൂടെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. അവൻ പുറകെ ചെല്ലുമ്പോഴേക്കും ഒരു കാർ വന്ന് നിധിയുടെ മുന്നിൽ നിൽക്കാണ്. സിദ്ധാർത്ഥ് കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ഹായ് നിധി, വീട്ടിലേക്കാണോ, എങ്കിൽ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും സുധീഷും പുറകെ നിന്ന് അത് കേട്ടുകൊണ്ട്, ഡ്രോപ്പ് ചെയ്യാനോ, നീ ആരാടാ ഡ്രോപ്പ് ചെയ്യാൻ, പിന്നെ ഞാൻ എന്തിനാ വന്നേ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. ഞാൻ പൊക്കോളാം എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷിനും ആകെ ആശ്വാസമാവുന്നുണ്ട്.
എന്താ സാറേ ഞങ്ങളെയൊന്നും ഡ്രോപ്പ് ചെയ്യില്ലേ എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ, അല്ല ദിവ്യ, ഞാൻ ഏതായാലും പോകുന്ന വഴിക്കല്ലേ നിധിയുടെ വീട്, അതുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് എന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹായ് നിധി എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷ് സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട്, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നിധിയെ കൊണ്ടുപോകാൻ വന്നതാ എന്ന് പറയുമ്പോഴേക്കും, സുധീഷ് എന്താ ഇവിടെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സിദ്ധാർത്ഥം സുധീഷിനെ നോക്കിക്കൊണ്ട്, ഹായ്, സുധീഷ് അല്ലേ, നിധിയുടെ വല്യച്ഛന്റെ മകൻ എന്നും പറഞ്ഞുകൊണ്ട് അവന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴേക്കും, വല്യച്ഛന്റെ മകനല്ലാടാ, അമ്മായിയപ്പന്റെ മകൻ എന്നും മനസ്സിൽ പറയുന്നുണ്ട് സുധീഷും. എങ്കിൽ ശരി, സിസ്റ്ററിനെ കൊണ്ട് പൊക്കോ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് കാറിൽ കയറുമ്പോഴേക്കും, സിസ്റ്ററോ, നീ പോടാ അലവലാതി എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. സുധീഷിനെ നോക്കിക്കൊണ്ട് ദിവ്യയും ഹായ് ബ്രോ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ നിധിയും കൊണ്ട് പോവുക, വഴിയിൽ എവിടെയെങ്കിലും ദിവ്യയെ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് വേണ്ട, എനിക്ക് വേറെ കുറച്ച് കാര്യമുണ്ട്, ശരി ഞാൻ പോവാ കേട്ടോ, ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ അവരോട് യാത്രയും പറഞ്ഞു പോകുന്നുണ്ട്. ദിവ്യ പോയി കഴിഞ്ഞപ്പോഴേക്കും നിധിയും സുധീഷിനോടായി, പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് വന്നേ, എന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് നിധിയോട് കുറച്ച് സംസാരിക്കണമായിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എന്ന് സുധീഷും പറയാണ്. വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട കാര്യ, അതുകൊണ്ട് അവിടെ വെച്ച് പറ്റില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, കുറച്ച് പ്രധാനപ്പെട്ട കാര്യം നിധി, അതുകൊണ്ട് ആ മുഖം ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നേ എന്ന് അവനും പറയുന്നുണ്ട്. നിധി സംശയിച്ച് നിൽക്കുമ്പോഴേക്കും, എന്തിനാ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നേ, എന്റെ കൂടെ വരാൻ വിശ്വാസമില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഏയ് അതൊന്നല്ല, പോവാം എന്നവൾ പറയുമ്പോൾ, ഞാൻ ക്യാബിലാ വന്നേ, ക്യാബ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പോയാലോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. നിധിയും സുധീഷും കടലയും തിന്നുകൊണ്ട് കടൽ നോക്കി ഇങ്ങനെ ഇരിക്കാണ്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നവൾ ചോദിക്കുമ്പോൾ, അല്ല നിധിക്ക് സമയമുണ്ടല്ലോ അല്ലേ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. സമയമൊക്കെ ഉണ്ട്, എന്നാലും എന്താ പറയാൻ വന്നേ എന്നവൾ വീണ്ടും ചോദിക്കുമ്പോൾ, കുറച്ച് കടൽ കണ്ടോണ്ടിരിക്കേ എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട്, അപ്പോഴേക്കും ഞാനൊന്ന് പ്രിപ്പയർ ആവട്ടെ എന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ, കുറച്ച് കടൽ കാണാനോ, നല്ല റൈമിംഗ് ആണല്ലോ എന്നവൾ പറയുമ്പോൾ, ഞാൻ ഈ പിക്കപ്പ് ലൈനിൽ കുറച്ചും കഴിവുള്ള കൂട്ടത്തിലാ എന്നവൻ പറയുമ്പോഴേക്കും, ഓ വെറുതെ മൂഡ് കളയല്ലേ എന്നവളും പറയുന്നുണ്ട്. ഇന്ന് ഓഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു നിധി എന്നവൻ ചോദിക്കുമ്പോൾ, ഇത് ചോദിക്കാനാണോ ഈ കടപ്പുറത്ത് കൊണ്ടുവന്നേ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല, സംസാരം തുടങ്ങുമ്പോഴേക്കും ഒരു അന്തരീക്ഷമൊക്കെ വേണ്ടേ എന്നവൻ പറയുമ്പോൾ, ഓ സീൻ ക്രിയേറ്റ് ചെയ്യാനാണോ എന്നവളും ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നവനും പറയുന്നുണ്ട്. നല്ല ദിവസമായിരുന്നു, എന്റെ ഡിസൈൻസ് ഇന്ന് സിദ്ധുവിന് നല്ല ഇഷ്ടമായി എന്നവൾ പറയുമ്പോൾ, ആർക്ക് എന്ന അമ്പരപ്പോടെ അവനും ചോദിക്കുന്നുണ്ട്. ആ സിദ്ധാർത്ഥ്, മൈ ബോസ് എന്നവൾ പറയുമ്പോൾ, ഓ മൈ ബോസ്, ആ പെണ്ണിന്റെ പേര് കൂടെയുള്ളവനല്ലേ, എന്താ അവന്റെ പേര്, സിദ്ധാർത്ഥ് സരസ്വതി എന്നവൻ പുച്ഛത്തോടെ പറയുമ്പോഴേക്കും, എന്താ പെണ്ണിന്റെ പേര് കൂടെ ഉണ്ടായ കുഴപ്പം, നിങ്ങളാണുങ്ങൾക്ക് ഈ ലോകത്തിലെ സകല പെണ്ണുങ്ങളുടെയും പേരിന്റെ പുറകിൽ വാലായിട്ട് നിൽക്കാമെങ്കിൽ ആണുങ്ങൾക്ക് പെണ്ണിന്റെ പേരും വയ്ക്കാം, അതയാളുടെ അമ്മയുടെ പേരാ എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോൾ, ഞാൻ അങ്ങനല്ല നിധി പറഞ്ഞത് എന്ന് സുധീഷും പറയുന്നുണ്ട്. എടാ സുധീഷെ, നാക്ക് നിയന്ത്രിക്കടാ പോട്ടാ എന്നവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട്, എന്തായാലും ഡിസൈൻസ് നന്നായതിന് കൺഗ്രാറ്റ്സ് എന്നവളോടായി പറയുന്നുണ്ട്. താങ്ക്സ് എന്ന് പറഞ്ഞ് ഒരു ചിരിയോടെ കടല കഴിക്കുകയാണ് നിധി. ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി, ഞാൻ ഇയാളോട് എന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. സുധീഷ്, ഇപ്പൊ വരാവേ എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് കടലിനടുത്തേക്ക് നടന്നു പോയി. കടൽ തീരം കാണാത്ത കാമുകന്മാരില്ല, കടൽ കാണാത്ത ദമ്പതികളും ഇല്ല, കടലമേ നിന്നെ സാക്ഷിയാക്കി ഞാൻ ഇന്ന് സത്യങ്ങളൊക്കെ അവളോട് പറയാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവളുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നവൾ ചോദിക്കുമ്പോൾ, നിധിയോട് പറയാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് പറയണമെന്ന് തോന്നി എന്നവനും പറയുന്നുണ്ട്. എന്താ കാര്യം പറ എന്നവൾ പറയുമ്പോൾ, നിധി, ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് തെറ്റായി എടുക്കരുത്, എന്നോട് ദേഷ്യം തോന്നരുത് എന്നവൻ പറയുമ്പോൾ, ഇല്ല പറഞ്ഞോളൂ എന്നവളും പറയാണ്. നമ്മളുടെ കല്യാണം ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു കള്ള കല്യാണമാ അല്ലേ എന്ന് നിധിയോടായി അവൻ ചോദിക്കുമ്പോൾ, അതെ എന്നവളും പറയുന്നുണ്ട്. പക്ഷേ ആ ദിവസം മുതൽ നിധിയെ ഞാൻ കാണുന്നത് എന്റെ വൈഫായിട്ടാ എന്നവൻ പറയുമ്പോൾ, അത് കേട്ട് നിധിയും എന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും, നിധി ഒന്നും പറയല്ലേ പ്ലീസ്, ഞാനൊന്നും പറഞ്ഞു തീർക്കട്ടെ എന്നവൻ പറയുമ്പോഴേക്കും അവളും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ആദ്യ തവണ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമായി, എന്റെ മനസ്സിലുള്ള ആളുടെ അതേ രൂപമായിട്ടാ എനിക്ക് തോന്നിയത്. നിധി ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് കണ്ടതേ ഈ തിരുവനന്തപുരത്ത് വച്ച, അന്ന് നിധി വന്നിരുന്ന കാറും ഞാൻ ഓടിച്ചിരുന്ന കാറും തമ്മിൽ ഒരു ക്ലാഷ് ആയിരുന്നു. അപ്പോൾ നിധിയെ കല്യാണം കഴിക്കാനിരുന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരുവില്ലേ, അവന്റെ പേരിലാ തെറ്റ് എന്ന് ന്യായീകരിച്ച നിധി സംസാരിച്ചത്, സപ്പോർട്ട് ചെയ്തത്, ആ സപ്പോർട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ തന്നെ കാണാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അപ്പോഴേക്കും നിധിയുടെ വീട്ടിൽ ഡ്രൈവറായി എനിക്ക് ജോലി ശരിയായി, അതോടെ എന്റെയും നിധിയുടെയും കാര്യത്തിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി